നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്കുള്ള സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മാർക്കറ്റ് നെഗറ്റീവിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. സെൻസെക്സും നിഫ്റ്റിയും 0.7% ഇടിവ് രേഖപ്പെടുത്തി. നിഫ്റ്റി ബാങ്ക്, ഫിൻ നിഫ്റ്റിയൊക്കെ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. 2 ദിവസമായി നമ്മുടെ മാർക്കറ്റ് നെഗറ്റീവ് ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ പോലും ഫിനാൻഷ്യൽ സെക്ടർ, അതായത് നിഫ്റ്റി ബാങ്ക്, ഫിൻ നിഫ്റ്റിയൊക്കെ പോസിറ്റീവിലായിരുന്നു ഇതുവരെ ക്ലോസിംഗ് നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് BSE മിഡ് ക്യാപ് ഇൻഡെക്സ് 0.5% ഇടിവ് രേഖപ്പെടുത്തി. തത്സമയം സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഫ്ലാറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തു. സെക്ടർ വൈസ് നമ്മൾ നോക്കുമ്പോൾ റിയാലിറ്റി ഇൻഡെക്സ് 1% ഉയർച്ച രേഖപ്പെടുത്തി. തത്സമയം ബാങ്കും ക്യാപിറ്റൽ ഗുഡ്സും കൺസ്യൂമർ ഡ്യൂറബിൾസും IT, ഓയിൽ ആൻഡ് ഗ്യാസ്, പവർ ആൻഡ് പ്രൈവറ്റ് ബാങ്ക്സ്, PSU ബാങ്ക് ഒക്കെ 0.5 മുതൽ 1%-ലേറെ ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. അദാനി പോർട്സ്, ബജാജ് ഫിൻസർവ്, അദാനി എന്റർപ്രൈസസ്, കോൾ ഇന്ത്യ, പവർ ഗ്രിഡ് ഇവയൊക്കെയാണ് ഇന്നത്തെ ചില മേജർ ലൂസിംഗ് സ്റ്റോക്കുകൾ. തത്സമയം നിഫ്റ്റിയില് ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ഗ്രാസിം ഇൻഡസ്ട്രീസ്, ശ്രീരാം ഫൈനാൻസ്, M&M, ബജാജ് ഓട്ടോ, സിപ്ല എന്നീ സ്റ്റോക്കുകളാണ്. ഇനി നമുക്ക് പ്രധാനമായും എന്താണ് ഇന്നത്തെ മാർക്കറ്റ് നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യമായി തന്നെ ഗ്ലോബലി ഉള്ള ട്രേഡ് ടെൻഷൻസ് ആണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അലൂമിനിയത്തിനും സ്റ്റീലിനും അധികമായി 50% താരിഫ് ഏർപ്പെടുത്തുമെന്നുള്ള വാർത്തകൾ ലോക വിപണിയെ തന്നെ പിടിച്ചു ഉലച്ചിട്ടുണ്ട്. രണ്ടാമതായി വരുന്നത് വീക്കായ ഗ്ലോബൽ ഇക്കണോമിക് ഡാറ്റയാണ്. യുഎസ് നിന്നുള്ള മാനുഫാക്ചറിംഗ് ഡാറ്റ വീക്ക് ആയിരുന്നു. അത് മാത്രമല്ല, ചൈനയിൽ നിന്നുള്ള മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റീസ് 8 മന്ത് ലോ ആണെന്നുള്ള റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം ഈ 3-4 മാസമായിട്ടുള്ള പുതിയ താരിഫ് നയങ്ങളുടെ പ്രതിഫലനമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. മൂന്നാമതായി എടുത്തു പറയാവുന്ന ഒരു കാരണം, വെള്ളിയാഴ്ച നമ്മുടെ RBI പോളിസി വരുന്നുണ്ട്. മാർക്കറ്റ് ഒരു റേറ്റ് കട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 25 ബേസിസ് പോയിന്റ് കട്ടാണ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതും ഒരു കാരണമായിട്ടുണ്ട്. നാലാമതായി വരുന്നത് US ഡെപ്റ്റിന്റെയും ബോണ്ട് ഈൽഡ്സിന്റെയും ഉയർച്ചയാണ്. അഞ്ചാമതായി തീർച്ചയും ഓയിൽ പ്രൈസസിൽ ഉണ്ടാകുന്ന വോൾട്ടാലിറ്റി തന്നെ ഇന്നത്തെ മാർക്കറ്റിന്റെ വോൾട്ടാലിറ്റിയെയും ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ മാർക്കറ്റിലെ റേറ്റ് കട്ട് എക്സ്പെക്ടേഷൻ പോലെ തന്നെ US-ലും മാർക്കറ്റ് റേറ്റ് കട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ കാരണങ്ങളൊക്കെ നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് താഴേക്ക് കൊണ്ടുവരാനൊക്കെ കാരണമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റ് വാർത്തകളിലേക്ക് കടക്കാം. യുണൈറ്റഡ് സ്പിരിറ്റ്സ്, JP മോർഗൻ എന്ന റേറ്റിംഗ് സ്ഥാപനം ഓവർവെയ്റ്റ് എന്ന ടാഗ് കൊടുത്തു. സ്റ്റോക്കിന്റെ ടാർഗറ്റ് പ്രൈസ് 1760 രൂപയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. തൽഫലമായി തന്നെ ഇന്നൊരു 4% റാലി സ്റ്റോക്കിൽ കാണുവാനായി സാധിച്ചു. MRF ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് പ്രൈസ്ഡ് സ്റ്റോക്ക് എന്നുള്ള ലേബൽ തിരിച്ചെടുത്തു. ഇന്ന് LSEG ഇൻവെസ്റ്റ്മെന്റിനെ പിന്തള്ളിയാണ് ഈ നേട്ടം വീണ്ടും MRF കൈവരിച്ചിരിക്കുന്നത്. ഗോ ഫാഷൻ ഇന്ന് സ്റ്റോക്കിൽ ഒരു 5% റാലി കണ്ടു. കാരണം മോട്ടിലാൽ ഒസ്വാൾ ഒരു ബൈ കവറേജിംഗ് സ്റ്റോക്കിൽ നൽകി. മോട്ടിലാൽ ഒസ്വാലിന്റെ സജഷൻ പ്രകാരം 31% ഒരു അപ്സൈഡ് സ്റ്റോക്കിൽ കാണുന്നുണ്ടെന്ന് പ്രഖ്യാപിച്ചു. ഓല ഇലക്ട്രിക് ഇന്ന് സ്റ്റോക്ക് ഒരു 5% ഇടിവ് കാണാൻ സാധിച്ചു. കാരണം ഇന്നൊരു 3.2% സ്റ്റേക്ക് സെയിൽ ഉണ്ടായിരുന്ന ത്രൂ ബ്ലോക്ക് ഡീൽ വഴി. ഹുണ്ടായി യാണ് ഈ 3.2% വരുന്ന സ്റ്റോക്കുകൾ വിറ്റ് ഒഴിഞ്ഞത് എന്നുള്ള ഒരു ന്യൂസും കൂടിയുണ്ട്. യെസ് ബാങ്ക് ഇന്നലെ സ്റ്റോക്ക് ഒരു 8%-ലേറെ റാലി നടത്തുകയുണ്ടായി. കാരണം ഇന്നായിരുന്നു ബോർഡ് മീറ്റിംഗ് നിശ്ചയിച്ചിരിക്കുന്നത്. ഫണ്ട് റൈസിംഗുമായി ബന്ധപ്പെട്ട് ഇതുവരെ അതിന്റെ തീരുമാനങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷെ ഇന്ന് സ്റ്റോക്ക് ഒരു 9% ഇടിവ് രേഖപ്പെടുത്തി. കാരണം ഏകദേശം 3% ഇക്വിറ്റി കൈമാറുന്നതിന്റെ ഭാഗമായി ഇന്ന്
പലതവണയുള്ള ബ്ലോക്ക് ഡീൽസ് ഉണ്ടായിരുന്നു. ഇതിന്റെ ഫലമായിട്ടായിരിക്കാം ഇന്ന് സ്റ്റോക്ക് ഇടിഞ്ഞത്. ആപ്റ്റസ് വാല്യൂ ഹൗസിംഗ് ഇന്ന് സ്റ്റോക്കിൽ ഒരു 10% ഇടിവ് കണ്ടു. കാരണം 8.8% ഇക്വിറ്റി സ്റ്റേക്ക് ബ്ലോക്ക് ഡീൽ വഴി വിൽക്കുന്നു എന്നൊരു വാർത്തയെ തുടർന്നാണ്. സ്വിഗ്ഗി ഇന്ന് സ്റ്റോക്കിൽ ഒരു 3% ഉയർച്ച കാണുവാൻ സാധിച്ചു. കാരണം മോർഗൻ സ്റ്റാൻലി ഓവർവെയ്റ്റ് എന്ന കവറേജ് സ്റ്റോക്കിൽ നൽകി. അതുകൂടാതെ തന്നെ 22% അപ്സൈഡും മോർഗൻ സ്റ്റാൻലി സ്റ്റോക്കിൽ കാണുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നു. ഡിഫൻസ് സ്റ്റോക്ക് തുടർച്ചയായി ഇന്നലെയും ഇന്നും 2 ദിവസങ്ങളിലും മിക്ക ഡിഫൻസ് സ്റ്റോക്കുകളിലും ഒരു റാലി കാണുവാനായി സാധിച്ചു. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വർദ്ധിക്കുന്നത് കാരണം നമുക്കറിയാം ഇന്നലെ ഉക്രൈൻ റഷ്യക്കെതിരെ നടത്തിയ അക്രമങ്ങളൊക്കെ. തൽഫലമായി തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡും BEML-ഉം മറ്റ് ഡിഫൻസ് സ്റ്റോക്കുകളും 5% റാലി ഇന്ന് നടത്തി. ടോറന്റ് പവർ കമ്പനി LNG സപ്ലൈ ഡീല് ഭാരത് പെട്രോളിയവുമായിട്ട് സൈൻ ചെയ്തതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. റിയാലിറ്റി ഇൻഡെക്സും തുടർച്ചയായി 2 ദിവസവും ഇന്നലെ ഇന്നും റാലി രേഖപ്പെടുത്തുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇൻട്രസ്റ്റ് റേറ്റിലെ ഒരു റേറ്റ് കട്ട് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതിന്റെ ഫലമായിട്ടാണ്. തലഫലമായി തന്നെ ശോഭയും ഗോദ്രേജ് പ്രോപ്പർട്ടീസും മറ്റ് റിയാലിറ്റി സ്റ്റോക്കുകളും ഒരു 6% റാലി കാണുവാനായി സാധിച്ചു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.